കുഞ്ഞിന് തൊടാനും അയക്കുന്നില്ല, എടുക്കാനും തരുന്നില്ല എന്ന് പറഞ്ഞ എനിക്ക് വേറൊരു മോനുണ്ടാ, അതിന്റെ കുഞ്ഞിനെ കളിപ്പിക്കാന്ന് പറയേ. നിങ്ങളുടെ മോനാണെങ്കിൽ അതിപ്പോ എന്റെ ഭർത്താവാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ വഴിക്ക് വിടണം. അല്ലാണ്ട് എന്റെ മോനാണ്, എന്റെ പേരക്കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഇതിനെ പുറകെ നടക്കാൻ പാടില്ല. ഇത് എന്തൊരു ശല്യാണ് നോക്കണേ. വെറുതെ അല്ല അച്ഛനമ്മമാരെ ആൾക്കാർ വൃദ്ധസദനത്ത് കൊണ്ടിടുന്നത്. വൃദ്ധസദനത്തിലോ? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ ഭർത്താവൊക്കെയാണ്, പക്ഷെ അവന് ഒരു ദിവസം കൊണ്ട് നിന്റെ ഭർത്താവായി കിട്ടിയതല്ല. അവനെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അവൻ ഈ നിലയ്ക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപാട് പ്രതീക്ഷയോടെ അവനൊക്കെ ഞങ്ങൾ വളർത്തിയത്. ഓ, നിങ്ങൾ നിർത്തുന്നുണ്ടോ? കുറെ നേരമായി തുടങ്ങിയിട്ട്. ഒന്ന് അടുക്കളന്ന് പോയി തന്നെ, എനിക്ക് എന്റെ കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കണം. കുഞ്ഞ് എഴുന്നേറ്റ് കാര്യം പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കി നിൽക്കണ്ട, ഒന്ന് പോയി താമേ. നീ അമ്മയോട് എങ്ങോട്ട് പോകാനാ പറയുന്നത്? കുറച്ച് നേരം നീ ഇവിടുന്ന് ഒച്ചപ്പാട് തുടങ്ങിയിട്ട് അതിന് അമ്മ നിന്നോട് എന്താ ചെയ്ത്? ഞാൻ കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കുക, അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് നീ അത് ചെയ്യാതെ എഴുതുന്നത് പറഞ്ഞിട്ട് എന്നെ ശല്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പല തവണ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യങ്ങളിലും കുഞ്ഞിന്റെ കാര്യങ്ങളിലും കുട്ടിന്റെ ഭക്ഷണ കാര്യങ്ങളിലും ഇടപെടരുത്. പിന്നെ ഇങ്ങനെ ചൊറിയാൻ വരേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ അമ്മയ്ക്ക്? ആഹാ, നീയാള് കൊള്ളാലോ. നിന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെടുന്ന് പറയാനേ നിനക്ക് എന്ത് റൈറ്റാ ഉള്ളത്? എന്ത് റൈറ്റ് ഉള്ളെന്നോ? എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കല്ലാണ്ട് പിന്നെ വേറെ ആർക്കും അവിടെ റൈറ്റ് ഉള്ളത്? നിങ്ങളുടെ അമ്മയ്ക്കോ? അത് നിന്റെ മാത്രം കുഞ്ഞല്ല, എന്റെയും കൂടെ കുഞ്ഞാ. ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ നിന്നെ പോലെ തന്നെയുള്ള അവകാശം എന്റെ അമ്മയ്ക്കുണ്ട്. എന്ത് അവകാശത്തിന്റെ പേരിലാണെങ്കിൽ നിങ്ങളുടെ അമ്മ എന്റെ കുഞ്ഞിനെ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാന്നോ? അമ്മ കുഞ്ഞിനടുത്ത് ഇവിടെ എന്താ കുഴപ്പമുള്ളേ? കുഞ്ഞ് നമ്മുടെയാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരു ഡിസ്റ്റൻസിൽ മാറി നിൽക്കണം. എന്തിനാണ് ഇങ്ങനെ മക്കളുടെ ജീവിതത്തിലും വേറെ കുട്ടികളുടെ ജീവിതത്തിലൊക്കെ ഇടപെടാൻ വരുന്നത്? ഓ, അപ്പൊ നീ നേരത്തെ പറഞ്ഞതുപോലെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും നമ്മൾ വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കണം അല്ലേ? അതിപ്പോ ഒരു ഫാഷൻ ആണല്ലോ. അങ്ങനെ ആക്കണ്ട വന്നാൽ ആക്കണം. വെറുതെ കൊണ്ട് തള്ളാനൊന്നും ഞാൻ പറയുന്നില്ല. മാസം മാസം പൈസ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. അങ്ങനെയെങ്കിലും ഈ ഒരു ശല്യം നമ്മുടെ ജീവിതം ഒഴിഞ്ഞിന് കിട്ടുമല്ലോ. എനിക്ക് എന്റെ ഭർത്താവിനും കുഞ്ഞിനും എന്റെ സ്വന്തമായിട്ട് വേണം. അതിന്റെ ഇടയ്ക്ക് ഒരാളും പാടില്ല. നിർത്തടി അവിടെ. കുറെ നേരം നീ അമ്മയെ കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോളെ ഞാൻ ഇന്ന് വരെ എന്റെ സ്വന്തം മോളായിട്ടാണ് കണ്ടിരിക്കുന്നത്, വേറൊരാളായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി, ഞാൻ വേണമെങ്കിൽ മാറിത്തരാം. അമ്മ എങ്ങോട്ട് മാറാൻ? അമ്മ എങ്ങോട്ടും പോകുന്നില്ല. മാറേണ്ടത് ഇവളാണ്. എന്റെ ഭർത്താവ് എന്റെ കുട്ടി, എന്റെ ഭർത്താവ് എന്റെ കുട്ടി, ഇങ്ങനെ ഭ്രാന്ത് പറഞ്ഞ് നടക്കുന്ന പരിപാടിയില്ലേ, അത് നീ നിർത്താൻ പഠിക്കേ. കുഞ്ഞ് നമ്മുടേതാണ്, പക്ഷേ അമ്മേന്റെ പേരക്കുട്ടിയാണത്. അതുകൊണ്ടേ നമ്മുടെ കുഞ്ഞിനെ അമ്മയ്ക്ക് എടുത്തിട്ട് ഭക്ഷണം കൊടുക്കാനും താലോലിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ അധികാരമുണ്ട്. അതിന് നിന്റെ പെർമിഷന്റെ ആവശ്യമില്ല.